UGC നെറ്റ് ഓറിയൻറ്റേഷൻ സെഷനിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോളജി UGC നെറ്റിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ചാണ്. ധാരാളം അവസരങ്ങൾ സോഷ്യോളജിയിൽ ഇന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, ഒരു തൊഴിൽ മേഖലയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ്ങിന് നമുക്കറിയാം LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അങ്ങനെ ധാരാളം ഡിഗ്രി, PG, ഇങ്ങനെ വ്യത്യസ്ത സ്റ്റേജുകളായിട്ട്, ലെവലുകളായിട്ട് വ്യത്യസ്ത കോമ്പറ്റേറ്റീവ് എക്സാമുകളുണ്ട്. അതിൽ ഡിഗ്രി, PG അധ്യാപകരായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് UGC നെറ്റാണ്. UGC നെറ്റിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമുക്ക് നോക്കാം. UGC നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. UGC ആണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരുപാട് പുതിയ അപ്ഡേറ്റ്സുകളും നിയമങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്കതിൻ്റെ പ്ലേസ്മെൻറ്റ് സാധ്യതകളെക്കുറിച്ചൊക്കെ നോക്കാം. നമുക്ക് UGC നെറ്റ് എക്സാമിൽ നമുക്ക് 3 കട്ട് ഓഫ് മാർക്കുകളാണ് വരുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ സാധാരണ PSC എക്സാം, SSC, UPSC എക്സാമുകൾ ധാരാളം എഴുതുന്ന ആളുകളാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതെല്ലാം അവസരങ്ങൾ, എക്സാമുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ പാറ്റേണൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. അതിനെല്ലാം ഒരൊറ്റ കട്ട് ഓഫ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. എന്നാൽ UGC നെറ്റിന് 3 കട്ട് ഓഫ് മാർക്കുകൾ ഉണ്ടായിരിക്കും. ഒന്ന് PhD ഓൺലി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ പ്ലസ് PhD, പിന്നെ JRF കട്ട് ഓഫ്. അങ്ങനെ 3 വ്യത്യസ്ത കട്ട് ഓഫ് മാർക്കുകളാണ് ഉണ്ടാവുക. ഇത് ഓരോ സബ്ജക്റ്റിനും ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചും പേഴ്സൻറ്റേജിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 60% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, 60 അല്ലെങ്കിൽ 65% മാർക്ക് കിട്ടിയ ഒരാൾക്ക് PhD കട്ട് ഓഫ് കവർ ചെയ്യാൻ സാധിക്കും. ഏകദേശം ഒരു 65 to 75 ഏകദേശം കണക്കാണ്. ഇത് കിട്ടിയ ഒരാൾക്ക് നെറ്റ്, അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പ്ലസ് PhD അഡ്മിഷൻ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 75 to 85 വരുന്നതാണ് JRF കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സാധ്യതകൾ നമുക്ക് നോക്കാം. PhD കട്ട് ഓഫ്, PhD അഡ്മിഷൻ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾ കട്ട് ഓഫ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ജനറൽ വേറെ കട്ട് ഓഫ് ആയിരിക്കും, OBC, SC, ST ഒക്കെ വ്യത്യസ്ത കട്ട് ഓഫുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ അതിന് സ്പെസിഫിക് കട്ട് ഓഫ് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. PhD കട്ട് ഓഫ് ഒരാൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, PhD അഡ്മിഷൻ സാധ്യമാണ്. സാധാരണഗതിയിൽ നമുക്ക് PhD ചെയ്യണമെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിയിലും പ്രത്യേക എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ ആകുമ്പോഴേക്ക് പല യൂണിവേഴ്സിറ്റികളും PhD അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിന് വിളിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ഈ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ഇൻ്റർവ്യൂവിനുള്ള അവസരം ലഭിക്കുക. ഇൻ്റർവ്യൂവിലൂടെയാണ് എന്ത് ചെയ്യുക, PhDക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ നിങ്ങൾ PhD കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ എൻട്രൻസ് എക്സാം ഇല്ലാതെ ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പക്ഷേ ഇതിനെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് കാണാനുള്ളത്, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് സ്വന്തം റിസ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഈ PhD ചെയ്യേണ്ടി വരും. പക്ഷേ ഓരോ യൂണിവേഴ്സിറ്റിയിലും സ്പെസിഫിക് ഒരു എമൗണ്ട് PhD സ്കോളേഴ്സിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് തോന്നുന്നു 18,000 15,000 ഒക്കെയാണ് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അതേപോലെ ഓരോ യൂണിവേഴ്സിറ്റിയിലും ചെറിയൊരു എമൗണ്ട് സ്റ്റേറ്റ്മെൻ്റായിട്ട് ആ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് നമുക്ക് കിട്ടും. കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് JRF കിട്ടിയാൽ നമുക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പുകളൊന്നും കിട്ടില്ല. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, PhD ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തത് കാറ്റഗറി ആയിട്ടുള്ള നെറ്റ്, അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പ്ലസ് PhD അഡ്മിഷനാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ
ഏകദേശം ഒരു 65 മുതൽ 75% വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ PhD അഡ്മിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം ഈ നെറ്റിലൂടെ കിട്ടും. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ നെറ്റ് ക്വാളിഫൈ, അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പ്ലസ് PhD അഡ്മിഷൻ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനാണ് നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം നിങ്ങൾക്ക് എന്താണ്, ഇതിൻ്റെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏത് കോളേജിലും യൂണിവേഴ്സിറ്റികളിലും അസിസ്റ്റൻറ്റ് പ്രൊഫസർ വേക്കൻസിയിലേക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് PhD അഡ്മിഷൻ എൻട്രൻസ് എക്സാം ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, PhD അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യും. പിന്നെ അതിനൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും, ഇൻ്റർവ്യൂവിലാണ് അവർ സെലക്ട് ചെയ്യുക. ഇതാണ് നെറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പ്ലസ് PhD അഡ്മിഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാം. ഇനി കുറച്ചും കൂടെ അത്യാവശ്യം മാർക്ക് നിങ്ങൾക്കുണ്ട്, ഒരു 75 മുതൽ 85% വരെ മാർക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റും. JRF എന്ന് പറഞ്ഞാൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ഇവിടെ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ, നെറ്റ് പ്ലസ് അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പ്ലസ് JRF നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇതിലൂടെ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടും വർക്ക് ചെയ്യാം. അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഏകദേശം 37,000 രൂപ സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കും. 37,000 രൂപ, പിന്നെ അത് 42 ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 40,000 രൂപ നമുക്ക് എടുക്കാം. 40,000 രൂപ എല്ലാ മാസവും സ്റ്റേറ്റ്മെൻറ്റോടുകൂടി 5 വർഷത്തേക്ക് നിങ്ങൾക്ക് PhD ചെയ്യാനുള്ള അവസരം ലഭിക്കും. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്കോളർഷിപ്പ് തന്നെ നിങ്ങൾക്ക് എന്താവും, നിങ്ങൾക്ക് ധാരാളം ഉണ്ടാവും. അതോടൊപ്പം നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. ഇതാണ് PhD ഒരാൾ UGC നെറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട അവസരങ്ങൾ. ഇത് മാത്രമല്ല, ഒരുപാട് അവസരങ്ങൾ UGC നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ വേക്കൻസി ഉണ്ട്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഗസ്റ്റ് ലെക്ചറായിട്ട് പല കോളേജുകളും ഗവൺമെൻറ് കോളേജിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, PhD ചെയ്യാൻ പറ്റും. അതുപോലെ അക്കാദമിക് റിസർച്ചറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോളിസി അനലിസ്റ്റായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടൻറ് റൈറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ധാരാളം അവസരങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് അക്കാദമിക് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ എഡ്യൂക്കേറ്ററായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പ്രൊജക്റ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ധാരാളം അവസരങ്ങൾ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളെ മുമ്പിലുണ്ട്. മാത്രമല്ല, ഈ വർഷത്തെ ഈ ഡിസംബറിൽ വരാൻ പോകുന്ന നെറ്റ് എക്സാം ഞാൻ പറഞ്ഞല്ലോ, വർഷത്തിൽ 2 നെറ്റ് എക്സാം ഉണ്ടായിരിക്കും. ഒന്ന് ഡിസംബറിലും മറ്റൊന്ന് ജൂണിലുമായിരിക്കും എക്സാം ഉണ്ടായിരിക്കാം. ഡിസംബറിൽ വരാൻ പോകുന്ന നെറ്റ് എക്സാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. കാരണം ഇതിന് മുമ്പ് നടന്ന എക്സാമിനേക്കാളും ഇനി വരാൻ പോകുന്ന നെറ്റ് എക്സാമിനേക്കാളും ചില പ്രത്യേകതകളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇനി വിളിക്കാൻ പോകുന്ന കോളേജിയേറ്റ് PSC എക്സാമാണ്. ഇപ്പോൾ നിലവിൽ നടന്ന PSC എക്സാമിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോളേജിയേറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ വേക്കൻസിയിലേക്കുള്ള എക്സാം അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. അത് മിക്കവാറും എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ ആയിരിക്കാം അത് വിളിക്കുക. കൃത്യമായിട്ട് അത് PSC അതിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും ആ സമയത്ത്. അപ്പോൾ അത് വർഷത്തിൽ 3 വർഷം കൂടുമ്പോഴൊക്കെ വളരെ റെയറായിട്ട് വിളിക്കുന്നൊരു എക്സാമാണ്. അപ്പോൾ അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റിൽ നിങ്ങളെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യാൻ പറ്റും. ഏകദേശം 1 lakh സാലറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് മാത്രമല്ല, ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് അണ്ടർടേക്കിങ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് നിങ്ങൾ ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിഫറൻസ് ലഭിക്കും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ. അപ്പോൾ ധാരാളം അവസരങ്ങൾ എന്തിലുണ്ട്, UGC നെറ്റ് നിങ്ങളെ മുമ്പിൽ
അവസരമായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ കഴിഞ്ഞ ഒരു 4 മാസം 3 മാസം മുമ്പാണ് തോന്നുന്നു കേരള ഗവർണറുടെ പ്രത്യേക ഓർഡർ ഉണ്ടായിരുന്നു. അതായത് ഇനി മുതൽ UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാത്ത അധ്യാപകർ കോളേജിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന ഓർഡർ. അതിനു മുമ്പ് സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ ധാരാളം അധ്യാപകരുണ്ടായിരുന്നു. PG മാത്രം ക്വാളിഫൈ ചെയ്യുന്ന, UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാത്ത ഒരുപാട് അധ്യാപകർ ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട്, മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പോൾ നിലവിൽ ചെറിയ ഒരു അസംഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇനി അടുത്ത അക്കാദമിക് ഇയറോട് കൂടി UGC നെറ്റ് ക്വാളിഫൈ ചെയ്ത അധ്യാപകരെ മാത്രമായിരിക്കും കോളേജുകളിൽ നിയമിക്കുക. സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിലും എയ്ഡഡ് കോളേജ് ആണെങ്കിലും അൺഎയ്ഡഡ് കോളേജ് ആണെങ്കിലും നിയമിക്കുന്നത് എവിടെ, ഈ നെറ്റ് ക്വാളിഫൈഡ് ആയ ആളുകളെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ധാരാളം അവസരം കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അവസരം ഞാൻ പറഞ്ഞ പോലെ PSC വിളിക്കാൻ പോവുകയാണ്. PSC വളരെ റെയർ ആയിട്ടുള്ള എക്സാമാണ്. അത് ഇപ്പോൾ നിങ്ങൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഈ പ്രാവശ്യം നെറ്റ് ക്ലിയർ ചെയ്തില്ലെങ്കിൽ പിന്നെ 3 വർഷം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ആ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അതൊന്ന്. മറ്റൊന്ന് ഞാൻ പറഞ്ഞ പോലെ ഇനി അടുത്ത വേക്കൻസികൾ വരാൻ പോകുന്ന ധാരാളം വേക്കൻസികളാണ്. നെറ്റ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റില്ലാത്ത അധ്യാപകരൊക്കെ 1 വർഷം കഴിഞ്ഞാൽ പുറത്താക്കപ്പെടും. പല യൂണിവേഴ്സിറ്റികളിലും അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഈ വർഷം നിലവിൽ നെറ്റില്ലാത്ത കുറേ അധ്യാപകരുണ്ടെങ്കിലും അടുത്ത വർഷത്തേക്ക് ചിലപ്പോൾ അതിന് അവസരം ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത്, UGC നെറ്റ് ക്ലിയർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് മറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ, ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലുള്ള, അതുപോലെ IGNO പോലുള്ള യൂണിവേഴ്സിറ്റികൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിലവിൽ ഡിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ കോണ്ടാക്ട് ക്ലാസ്സുകൾ എടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾ എവിടെയും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അക്കാദമിക് കൗൺസിലറായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ തന്നെ IGNOയിൽ, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു കഴിഞ്ഞ മാസം. അതായത് 1/2 മണിക്കൂറിൻ്റെ ഒരു സെഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ നിങ്ങൾക്ക് പേയ്മെൻ്റ് ആയിട്ട് കിട്ടും. ഓൺലൈൻ ക്ലാസ് ആണ്. ഓൺലൈനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സ്റ്റുഡിയോ ഉണ്ട്, യൂണിവേഴ്സിറ്റി സ്റ്റുഡിയോ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ വെറും 1/2 മണിക്കൂറിന് നിങ്ങൾക്ക് 2000 രൂപ കിട്ടും. മാത്രമല്ല ഇപ്പോൾ അതുപോലെ തന്നെയാണ് IGNOയുടെ ഒരുപാട് കോണ്ടാക്ട് ക്ലാസ്സുകൾ അവസരമുണ്ട്. അത് ഓഫ്ലൈൻ ക്ലാസ്സുകളായിരിക്കും. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും അക്കാദമിക് കൗൺസിലറായിട്ട് ധാരാളം അവസരങ്ങളുണ്ട്. മണിക്കൂറിന് ഇപ്പോൾ നിങ്ങൾ UG ക്ലാസ്സുകളാണ് നിങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കോണ്ടാക്ട് ക്ലാസ്സിൽ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മണിക്കൂറിന് 1000 രൂപ വരെ കിട്ടും. ഇപ്പോൾ ഒരു സെഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സാധാരണ സാറ്റർഡേ സൺഡേകളിലാണ് അതിന് ക്ലാസ് ഉണ്ടാവാറുള്ളത്. നിങ്ങൾക്ക് വേറെ ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലിയോട് കൂടെ തന്നെ എന്ത് ചെയ്യാം, ഇത്തരം ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും. സൺഡേ നിങ്ങൾക്ക് ഒരു 5 അവറൊക്കെ ക്ലാസ് ഉണ്ടായിരിക്കും. 5 അവർ ക്ലാസ് എന്ന് പറഞ്ഞാൽ 5000 രൂപ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ PG ക്ലാസ്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1250 രൂപയാണ് ഇപ്പോൾ റേറ്റ് വരുന്നത്. അങ്ങനെ ഒരു 5 അവർ നിങ്ങൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ 6000-ലധികം രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് UGC നെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന വർക്കുകളാണ്. മാത്രമല്ല ധാരാളം അവസരം, ഇപ്പോൾ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റീനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അക്കാദമിക് കൗൺസിലറായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒന്നുമില്ല, രജിസ്റ്റർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്താൽ മതി. അസൈൻമെൻറ്റ് വാല്യൂ ചെയ്തതിന് പൈസ കിട്ടും. ഒരു പൈസ എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു ജോലി തേടുന്ന ആൾക്ക് ഉള്ള അവസരങ്ങൾ, അസൈൻമെൻറ്റ്, പേപ്പർ വാല്യുവേഷൻ, അങ്ങനെ ഒരുപാട് അവസരങ്ങൾ അതിലുണ്ട്. അത് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ സൺഡേ സാറ്റർഡേകളിലാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ വരിക. അതോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജിൽ അധ്യാപകരായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അനന്തമായ സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ട്. പിന്നെ മറ്റൊരു UGC നെറ്റ് നിങ്ങൾ ഇപ്പോൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു അവസരം വരാൻ പോകുന്നത്, ഇപ്പോൾ FIUGP സിസ്റ്റമാണല്ലോ വരുന്നത്. നിങ്ങൾക്കറിയാം, പല ആളുകളും നിങ്ങൾക്കറിയാം, ഇപ്പോൾ 4 ഇയർ പ്രോഗ്രാമാണ്. 3 ഇയർ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പുറത്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 4 ഇയർ പഠിക്കാൻ പറ്റും. അപ്പോൾ 4 ഇയർ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് അധ്യാപകർ എന്ന നിലയിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്, ഏകദേശം ഒരു 24 അല്ലെങ്കിൽ 25 ഹവർ അധികം വരും. അതായത് ഇതുവരെ 3 വർഷമായിരുന്നു ഒരു കുട്ടി പഠിച്ചതെങ്കിൽ
4 വർഷമാണ് ഒരു കുട്ടി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 4 വർഷം എന്ന് പറഞ്ഞാൽ 1 വർഷം അധികം വരികയാണ്. 1 വർഷം അധികം വരുമ്പോൾ ഒരു ദിവസം 5 അവർ വെച്ച് നോക്കുകയാണെങ്കിൽ 5 25 അവർ എന്തുണ്ടാവും ഒരു ക്ലാസ്സിൽ അധികം വരും. ഒരു കോളേജിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അധികം വരും. അങ്ങനെ എത്ര ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, എത്ര കോളേജുകളുണ്ട്, അത്രയും അവറുകൾ അധികമായിട്ട് വരും. ഒരു അധ്യാപകൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കണക്ക് പ്രകാരം ഒരു അധ്യാപകന് 16 ഹവറാണ് ആഴ്ചയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1.5 അധ്യാപകൻ എന്ത് ചെയ്യാം, നിയമനം അവിടെ ലഭിക്കും. അതേപോലെ തന്നെ എവിടെയെല്ലാം അവസരങ്ങളുണ്ടാവും, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ അവസരം ഉണ്ടാവും, ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ അവസരം ഉണ്ടാവും, എയ്ഡഡ് സ്കൂളുകൾ എയ്ഡഡ് കോളേജിൽ അവസരം ഉണ്ടാവും, സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അവസരം ഉണ്ടാവും. ധാരാളം അവസരം ഇനി വരാൻ പോവുകയാണ്. മാത്രമല്ല ഇനി നമ്മൾ മുമ്പൊക്കെ നിങ്ങൾ പഠിച്ച സമയത്ത്, ഇപ്പോൾ നിങ്ങൾ PG ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും FIUGP സിസ്റ്റം ആവില്ല ഫോളോ ചെയ്തിട്ടുണ്ടാവുക. FIUGP സിസ്റ്റം വരുന്നതിന് മുമ്പ് CBCS സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യോളജി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് സോഷ്യോളജി മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളായിരുന്നു. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. ഇന്ന് ഇൻ്റർ ഡിസിപ്ലിനറി പേഴ്സ്പെക്റ്റീവിലാണ് FIUGP പ്രോഗ്രാം വന്നിട്ടുള്ളത്. അതായത് ഈ ഫസ്റ്റ് ഇയറൊക്കെ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ഇയർ ഒരു സബ്ജക്റ്റ് മാത്രമേ സോഷ്യോളജി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വിദ്യാർത്ഥിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോകേണ്ടതെന്നുള്ളത്. ആ കുട്ടിക്ക് ഹിസ്റ്ററിയാണ് ഇഷ്ടമെങ്കിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി പഠിക്കാം, പൊളിറ്റിക്സ് ആണ് ഇഷ്ടമെങ്കിൽ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി പഠിക്കാം, സൈക്കോളജിയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ നിലവിലുണ്ടായിരുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒതുങ്ങിയിരുന്ന ഒരു സബ്ജക്റ്റിനെ വിശാലമായിട്ട് എല്ലാ മേഖലയിലേക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വരാൻ ഇതൊരു കാരണമാകുന്നുണ്ട്. അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അധ്യാപകർക്ക് കൂടുതൽ അവസരവും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെറ്റ് ക്ലിയർ ചെയ്യുക എന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ഈ സമയത്ത് പല ആളുകളും എന്ത് ചെയ്യുന്നത്, ഇത്രയും വലിയൊരു അവസരം മുന്നിലുള്ളത് പല ആളുകൾക്കും അറിയാൻ കഴിയുന്നില്ല. 3 കാരണങ്ങളാണ് നാം പറഞ്ഞത്. അതിലൊന്ന് PSC എക്സാം വിളിക്കാൻ പോവാണ്, കോളേജിയറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ വേക്കൻസിയിലേക്കുള്ള നിയമനത്തിന് പരിധി ഉണ്ടായിരിക്കും. കുറച്ച് ആളുകൾക്കാണ് നിയമനം ലഭിക്കുക. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് സാധ്യതകളുണ്ട്. മുൻപൊന്നും നിയമനങ്ങൾ വളരെ കുറച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി വരാൻ പോകുന്ന സമയത്തൊരു പക്ഷേ നിയമനങ്ങൾ നടന്നേക്കാം. ഓക്കെ, ഈ പുതിയ ഗവൺമെൻറ് വന്ന സ്ഥിതിക്ക് നമുക്ക് നിയമനങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ധാരാളം അവസരം ഉണ്ടായിരിക്കും. ഒക്കെ ഒരുപാട് അവസരങ്ങൾ പ്രതീക്ഷിക്കാം. അതാണ് ഒന്നാമത്തെ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ UGC നെറ്റ് കോളേജിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുമ്പൊക്കെ ധാരാളം അധ്യാപകർ, നെറ്റില്ലാത്ത അധ്യാപകർ കോളേജിൽ വർക്ക് ചെയ്തിരുന്നു, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ഒരു നല്ല ഒരു സാധ്യതയായിരുന്നു. പക്ഷേ ക്വാളിഫിക്കേഷൻ ഒരു മാനദണ്ഡമാക്കി എടുത്തതുകൊണ്ട് ഇനി അടുത്ത വർഷം മുതൽ നെറ്റ് ക്വാളിഫൈഡ് അല്ലാത്ത അധ്യാപകരെ നിയമിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അധ്യാപകൻ്റെ വേക്കൻസിയിലേക്ക് നിയമനം ലഭിക്കും. മാത്രമല്ല അവസരങ്ങൾ ധാരാളം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഒന്നാമത് FIUGP സിസ്റ്റത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു. നാലാമത്തെ ഒരു വർഷം പുതിയത് വരാൻ പോവുകയാണ്. ഒരു വർഷം വരാൻ പോവാന്ന് പറഞ്ഞാൽ ഒരു ആഴ്ച 25 ഹവർ കൂടുകയാണ്. അപ്പോൾ അത്രയും അധ്യാപകൻ്റെ നിയമനം അവിടെ വരികയാണ്. ഇൻ്റർ ഡിസിപ്ലിനറി പേഴ്സ്പെക്റ്റീവ് ആയതുകൊണ്ട് ധാരാളം കോഴ്സുകൾ ഇനി വരാൻ പോകുന്നുണ്ട്. ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളെ ലക്ഷ്യം അടുത്ത ഡിസംബറിൽ നെറ്റ് ക്ലിയർ ചെയ്യുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് പോവാം. ഇനി നമുക്കിതിൻ്റെ സിലബസ് നോക്കാം അല്ലേ. UGC നെറ്റ് വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൈനസ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കുറയില്ല, നിങ്ങൾക്കുള്ള മാർക്കിനെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. PSC SSC പല എക്സാമുകളും നിങ്ങൾ എഴുതാറുണ്ട്. ആ എക്സാമിലൊക്കെ ഭൂരിഭാഗം എക്സാമിന് മൈനസ് മാർക്ക് ഉണ്ടായിരിക്കും. മൈനസ് മാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നിങ്ങൾ കിട്ടിയ മാർക്കിൽ നിന്ന് എന്ത് ചെയ്യും, ആ മാർക്ക് കുറയും. അപ്പോൾ പരമാവധി നിങ്ങൾ അറിയാത്ത ഉത്തരങ്ങൾ നിങ്ങൾ എഴുതാതിരിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ UGC നെറ്റിനെ സംബന്ധിച്ചിടത്തോളം മൈനസ് മാർക്ക് ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നിലവിലെന്തില്ല, മൈനസ് മാർക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയുന്ന ഉത്തരങ്ങളും അറിയാത്ത ഉത്തരങ്ങളും ഒരുപോലെ എഴുതി വെക്കാം. നിങ്ങൾക്ക് ഇൻ്റലിജൻറ്റ് ഗസ് നടത്താം.
അപ്പോൾ ബൈ ചാൻസിൽ എന്ത് ചെയ്യാം, ചിലപ്പോൾ നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഡിഗ്രിയും പി ജിയും സോഷ്യോളജിയും പഠിച്ച ആളുകളാണ്. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. PSC എഴുതുന്ന ആൾക്കാരായിരിക്കാം, SSC എഴുതുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ധാരണ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ സിലബസ് നമുക്ക് നോക്കാം. പേപ്പർ 1, പേപ്പർ 2 അങ്ങനെ 2 പേപ്പറുകളാണ് നമ്മളെ മുമ്പിൽ ഉണ്ടാവുക. പേപ്പർ 1 എന്ന് പറഞ്ഞാൽ അത് ജനറൽ പേപ്പറാണ്, ജനറൽ പേപ്പർ. പേപ്പർ 2 എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയുടെ പേപ്പറാണ്. പേപ്പർ 1-ൽ 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 2 മാർക്കിൻ്റെ 50 ചോദ്യങ്ങൾ, അതായത് 100 മാർക്ക് നിങ്ങൾക്ക് പേപ്പർ 1-ൽ ഉണ്ടായിരിക്കും. ഓക്കെ. പേപ്പർ 2-ൽ 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, 2 മാർക്കിൻ്റെ, അതായത് 200 മാർക്ക് നിങ്ങൾക്ക് പേപ്പർ 2-ൽ ഉണ്ടായിരിക്കും. ഈ ടോട്ടൽ നിങ്ങൾക്ക് വരിക അപ്പോൾ എത്രയായിരിക്കും, 100 + 200 300 മാർക്കിനായിരിക്കും നിങ്ങളുടെ എക്സാം ഉണ്ടാവുക. ഏകദേശം നിങ്ങളൊരു 80-85% നിങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ. വളരെ എളുപ്പത്തിൽ 85% നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് JRF എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പേപ്പർ 1 ആണെങ്കിലും 10 യൂണിറ്റാണ് ഉണ്ടാവുക. പേപ്പർ 2-ൽ 10 യൂണിറ്റാണ് ഉണ്ടാവുക. 10 പാഠങ്ങൾ പേപ്പർ 1-ലും 10 പാഠങ്ങൾ പേപ്പർ 2-ലും. പേപ്പർ 1 കുറച്ച് ചില ആളുകൾക്ക് മാത്സ് അറിയാത്ത ചില ആളുകൾക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാത്തമാറ്റിക്കൽ റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ്, അതിലിപ്പോൾ വരുന്നത് നമ്പർ സീരീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലെറ്റർ സീരീസ്, റിലേഷൻഷിപ്പ്, ഫ്രാക്ഷന്, പെർസെൻറ്റേജ്, ആവറേജ്, ഇങ്ങനെ കുറച്ച് പ്രോബ്ലം ബേസ്ഡ് 10ാം ക്ലാസ് ലെവലേ ഉണ്ടാവുള്ളൂ. പ്രോബ്ലം ബേസ് കണക്കുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗ്രാഫോ ടേബിളോ പൈ ചാർട്ടോ തന്നിട്ട് 5 ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ 5 ചോദ്യങ്ങൾ 5 × 2 10 മാർക്കിന് നമുക്കുള്ള ഒരു ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ പല ആളുകൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് കോംപ്രഹെൻഷൻ, റീഡിങ് കോംപ്രഹെൻഷൻ. ഇതൊരു പാരഗ്രാഫ് നമുക്ക് തരും. പേപ്പർ 1-ലും പേപ്പർ 2-ലും കോംപ്രഹെൻഷൻ കാണാറുണ്ട്. ഒരു പാരഗ്രാഫ് നമുക്ക് തരും. ഈ പാരഗ്രാഫിൽ നിന്ന് 5 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. 5 ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെ 10 മാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണത് ഈ കോംപ്രഹെൻഷൻ എന്ന് പറയാം. കോംപ്രഹെൻഷൻ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ കോംപ്രഹെൻഷൻ പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് മറന്നു പോകും, അങ്ങനെ നഷ്ടപ്പെടും. ഇതിന് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ട്രിക്കുകളുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ മാത്സ്, റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമ്മൾ +2 10ാം ക്ലാസ് ലെവലിലൊക്കെ പഠിച്ചിട്ടുള്ള ആ മാത്സ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ പുറമെ നമുക്ക് തിയറി ഭാഗങ്ങൾ ഒരുപാടെണ്ണുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ PGക്കും ഡിഗ്രിക്കും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരിക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ചോദിക്കുന്ന ലോജിക്കൽ റീസണിങ് ഒക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, പീപ്പിൾ ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റ്, ഇതൊക്കെ തിയറി ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവസാന ഘട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചാൽ തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 ടോപ്പിക്കുകൾ നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങണം. അതിലൊന്നാണ് റീഡിങ് കോംപ്രഹെൻഷൻ. റീഡിങ് കോംപ്രഹെൻഷന് പഠിക്കാനൊന്നുമില്ല, നിങ്ങൾ വായിക്കണം, നന്നായി ഇംഗ്ലീഷ് വായിക്കുക. പരമാവധി നിങ്ങൾ ഓരോ ദിവസവും 2-3 പാരഗ്രാഫ് വായിക്കുക. പറ്റുകയാണെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ നിങ്ങൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആവും, ഓൺലൈനായിട്ട് വായിക്കുക. അല്ലെങ്കിൽ വീട്ടിൽ വരുത്തുകയാണെങ്കിൽ നല്ലതാണ്. കോംപ്രഹെൻഷൻ പരമാവധി ഇംഗ്ലീഷ് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, അതിൽ പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ, എക്സാമിൻ്റെ അവസാന ഘട്ടത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിയില്ല. കാരണം ഇത് നമ്പർ സീരീസ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പെർസെൻറ്റേജ് ആണെങ്കിലും ആവറേജ് ആണെങ്കിലും ഡെയിലി 1-2 പ്രോബ്ലം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു പ്രാക്ടീസായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അവസാനം വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ എളുപ്പം, നമ്മൾ പ്രോബ്ലം മാത്സ് എത്രത്തോളം നമ്മൾ ചെയ്യുന്നോ അത്രത്തോളം നമുക്കത് പ്രാക്ടീസ് ചെയ്യാനും എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താനും കഴിയും. തുടക്കത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ 4 ഓപ്ഷനിൽ ഉത്തരത്തിലേക്ക് നമുക്ക് ഗസ് ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷേ നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇൻ്റലിജൻറ്റ് ഗസ് നടത്തിയിട്ട് ഓപ്ഷനിൽ നിന്ന് ഉത്തരം എടുക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ചില ചോദ്യങ്ങളുണ്ടാവും, അതിൽ ഒരു മൈനസ് ഓപ്ഷനും മറ്റ് പ്ലസ് ഓപ്ഷനും ആയിരിക്കും. ചിലപ്പോൾ മൈനസാണ് അതിന് വരാൻ സാധ്യത എന്ന് നമുക്ക് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈസി ആയിട്ട് എത്താൻ പറ്റും. അങ്ങനെയൊക്കെ പല ട്രിക്കുകൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ട്രിക്കുകൾ പ്രയോജനപ്പെടുള്ളൂ. മറ്റൊന്നാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഈ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ നേരത്തെ നോക്കി തുടങ്ങണം. കാരണം ഇതും ഒരു മാത്സ് ബേസ്ഡ് ടോപ്പിക്കാണ്. ഒരു ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും
ഒക്കെ അറിയുന്ന ഒരാൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഡെയിലി പ്രാക്ടീസ് വേണം. എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ഡിസംബർ വരെ ധാരാളം സമയമുണ്ട്. അതൊരു പ്രാക്ടീസായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാത്തമാറ്റിക്കൽ റീസണിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പറ്റില്ല. കാൽക്കുലേറ്റർ കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് നമ്മൾ പേപ്പറിൽ എഴുതി കൂട്ടേണ്ടി വരും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്കേ നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ചെറിയ ഇപ്പോൾ അമൗണ്ടുകൾക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ 1,25,333 അങ്ങനെയൊക്കെയാണ് വരിക. അല്ലാതെ നമുക്ക് 1,25,000 അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് മനക്കണക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചില സമയത്ത് ഇപ്പോൾ അവസാനമായിട്ട് നടന്ന എക്സാമിലൊക്കെ അങ്ങനെ പോയിൻ്റ് ബേസ് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ പ്രോബ്ലം ഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ തിയറി ഭാഗങ്ങൾ വളരെ എളുപ്പമാണ്. പീപ്പിൾ ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതുപോലെ ടീച്ചിങ്, റിസർച്ച്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കണ്ടൻറ്റ് വീണ്ടും വീണ്ടും വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വളരെ എളുപ്പത്തിൽ കവർ ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, ഇനി നമുക്ക് പേപ്പർ 2 സോഷ്യോളജിയിലേക്ക് പോവാം. സോഷ്യോളജി ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾ ഫസ്റ്റ് ഇയറും പ്ലസ് ടു മുതൽ ഡിഗ്രി PG വരെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞു പ്ലസ് 1ലും പ്ലസ് 2ലും സോഷ്യോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിക്ക് സോഷ്യോളജി പഠിച്ചിട്ടുണ്ട്, PGക്കും പഠിച്ചിട്ടുണ്ട്. ഇഗ്നോയുടെ മെറ്റീരിയൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. ഇഗ്നോയുടെ മെറ്റീരിയൽ വളരെ ഡീപ്പായിട്ട് അതിനെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഇഗ്നോയുടെ മെറ്റീരിയൽ മാത്രം പഠിച്ചിട്ടാണ് ഞാനൊക്കെ നെറ്റ് ക്ലിയർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നിങ്ങൾക്ക് ഇന്ന് ധാരാളം മെറ്റീരിയലുകൾ അവൈലബിൾ ആണ്. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പ്രധാനപ്പെട്ട യൂണിറ്റുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ യൂണിറ്റ് വരുന്നത് സോഷ്യോളജിക്കൽ തിയറിയാണ്. ഇതിൽ പ്രധാനപ്പെട്ട തിയറികളെക്കുറിച്ചൊക്കെ സോഷ്യോളജിയിൽ ഉണ്ടാകുന്ന ബേസിക് ആയിട്ടുള്ള കുറേ തിയറികൾ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ റിസർച്ച് മെത്തഡോളജി നിങ്ങൾ ധാരാളം പഠിച്ചതാണ്. എല്ലാ സെമ്മിലും എല്ലാ വർഷവും നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. അതുപോലെ ബേസിക് സോഷ്യോളജിക്കൽ കൺസെപ്റ്റുകൾ, സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ ചേഞ്ച്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്, റൂറൽ ആൻഡ് പെസൻ്റ് സോഷ്യോളജി, ഇപ്പോൾ അഗ്രേറിയൻ, അങ്ങനെ കുറേ ടോപ്പിക്, അർബൻ സോഷ്യോളജി, എൻവയോൺമെൻറ്റ് എക്കണോമി സോഷ്യോളജി, എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി, ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, സയൻസ്, ടെക്നോളജി, സൊസൈറ്റി, കൾച്ചർ, സിംബോളിക് ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ടോപ്പിക്കുകൾ. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇത് വളരെ എളുപ്പമാണെന്ന് തോന്നും. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്, ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുകയാണ്. ആ സോഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പോരാ, ആ സോഷ്യൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് തിയറികളുണ്ട്. ഓരോ തിയറികളും ഓരോ തിങ്കേഴ്സും ഈ സോഷ്യൽ സ്ട്രക്ചറിനെ വ്യത്യസ്ത രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ ഓരോ തിങ്കേഴ്സും അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്കതിന് കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് നമ്മൾ പേപ്പർ 1നെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. പേപ്പർ 1 ഒരാൾക്ക് പരമാവധി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 90 മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 90 മാർക്കാണ് 90%, 100 മാർക്കിലേക്കാണുള്ളത്. അപ്പോൾ മാക്സിമം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, എനിക്ക് അറിയാവുന്ന ആളുകൾ 90 മാർക്ക് സ്കോർ ചെയ്തവരുണ്ട്. കാരണം ഇത് സിലബസിന് പുറത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് 90% മാർക്ക് വരെ എത്തിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു 80 to 85% നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് മതി. ഓക്കെ, 90 എത്താന്ന് പറഞ്ഞാൽ അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ചാലേ 90 എത്താൻ കഴിയുള്ളൂ. 100 ഒരാൾക്കും എത്താൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചില ചോദ്യങ്ങൾ തീരെ ആൻസർ ചെയ്യാൻ കഴിയാത്ത ചോദ്യങ്ങൾ ഉണ്ടാവാം. അത് അറിയുന്നവരും ഉണ്ടാവാം, അറിയാത്തവരും ഉണ്ടാവും. ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. പേപ്പർ 2 200 മാർക്കിനാണല്ലോ ചോദ്യം ഉണ്ടാവുക. അതിൽ ഒരു 70 to 75 അല്ലെങ്കിൽ ഒരു 80% മാർക്ക് മാത്രമേ അതിൽ സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിന് പുറത്തുള്ള ചോദ്യങ്ങളൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. അത്രയും ഡീപ്പായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും. ഈ പ്രാവശ്യമൊക്കെ ചോദ്യപേപ്പറിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഡീപ്പായിട്ട് ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ സോഷ്യോളജിക്കൽ തിയറി, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സോഷ്യോളജി നെറ്റ് എക്സാമിൻ്റെ ഒരു ആരോപണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും.
സോഷ്യോളജിയിൽ തിങ്കേഴ്സിൻ്റെ പേരൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു, കൺസെപ്റ്റ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും നന്നായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊരാൾ പറഞ്ഞു. ഇപ്പോൾ നിങ്ങളത് വൈറലായ മെസ്സേജുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരാളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആളെ പേര് മാറി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ തിയറികളും തിങ്കേഴ്സിനൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അയാൾ ഇന്ന തിങ്കറാണെന്നൊക്കെ. അത് നമ്മളെ അത്രയും ഡീപ്പായിട്ടുള്ള നോളേജ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വന്നാലും തിങ്കേഴ്സിൻ്റെ പേര് മാറിക്കഴിഞ്ഞാലും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോഷ്യോളജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് പഠിച്ചാൽ മതി, അത്ര വാസ്റ്റ് ഒന്നുമല്ല. ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും ധാരാളം മേഖല കവർ ചെയ്യാനുണ്ട്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു നിശ്ചിത മേഖല മാത്രമാണ്. അത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യോളജി ഒരു ബുദ്ധിമുട്ടുള്ള ഭാഗമല്ല. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പേപ്പർ 1 ആദ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും എളുപ്പമുണ്ടാവുക. സോഷ്യോളജി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പേപ്പർ 1 പ്രത്യേകിച്ച് മാത്സ്, റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ്, റീഡിങ് കോംപ്രഹെൻഷൻ, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. അതുപോലെ ലോജിക്കൽ റീസണിങ്, അതിൽ ഇന്ത്യൻ ലോജിക്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ആർഗ്യുമെൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കുറേ നിങ്ങൾക്ക് കേട്ടുകേൾവില്ലാത്ത കുറേ സാധനങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ലോജിക്സൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ അതിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒന്നാണ്. അത് നിങ്ങൾ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് എളുപ്പമാണ്. ആ ഭാഗത്ത് നിന്ന് മാത്രമേ അത് ചോദിക്കുള്ളൂ. പേപ്പർ 1 പ്രത്യേകത തന്നെയാണ്. ഒരു പരിധി ഉണ്ട് ആ ടോപ്പിക്കിന്. ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് അത് പോകില്ല. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും ഒരു പരിധി ഉണ്ട്, ആ പരിധി വിട്ട് പോകില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് എൻവയോൺമെൻ്റ് ആണ് എടുക്കുകയാണെങ്കിലും, അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുക്കുകയാണെങ്കിലും, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഈ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ വരാറുണ്ട്, പുതിയ നിയമങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ സോഷ്യോളജിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സോഷ്യോളജി വളരെ ആഴവും പരപ്പുള്ള ടോപ്പിക്കാണ്. ഒരു ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒറ്റ ടോപ്പിക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ആഴവും പരപ്പുണ്ട്. അതിൽ വ്യത്യസ്ത സോഷ്യൽ സ്ട്രക്ചറുകളെക്കുറിച്ചും അതിൻ്റെ ഓരോന്നിനെയും ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യകത ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബേസിക് ആയിട്ടുള്ളൊരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാം. നിങ്ങൾ JRFന് വേണ്ടി ഫോക്കസ് ചെയ്യണം, നെറ്റിന് വേണ്ടി ഫോക്കസ് ചെയ്താൽ പോരാ. നെറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാം, ശരിയാണ്. പക്ഷേ JRF നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 വർഷത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏകദേശം 40,000 വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാ മാസവും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ചെയ്യേണ്ട, PhD വർക്കുകൾ ചെയ്താൽ മതി. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ നിങ്ങൾക്കൊരു വരുമാനമായി. അത് കഴിഞ്ഞ് PhD ചെയ്ത് അപ്പോൾ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോളേജിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മലയാള സർവകലാശാല എല്ലായിടത്തും സോഷ്യോളജി ഉണ്ട്. സോഷ്യോളജി എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇനി ധാരാളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരാൻ പോവാണ്, അവിടെയും സോഷ്യോളജി വരാൻ പോവാണ്. മാത്രമല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ FIUGP സിസ്റ്റം 4 ഇയർ വരാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള ഫസ്റ്റ് ബാച്ച് ഉണ്ടല്ലോ, FIUGPയുടെ ഫസ്റ്റ് ബാച്ച് 3rd ഇയറിലാണ് നിൽക്കുന്നത്. 3rd ഇയർ സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ. അപ്പോൾ ഇനി അടുത്ത ജൂണിൽ അവർ 4th ഇയറിലേക്ക് പോവാണ്. 4th ഇയറിൽ പോകുന്ന അടുത്ത ജൂണാണ്. അപ്പോൾ നിങ്ങളെ മുമ്പിൽ നിങ്ങൾക്ക് അടുത്ത ഡിസംബറിൽ നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് അടുത്ത ജൂണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ അടുത്ത ജൂണിലാകുമ്പോഴേക്ക് സമയം അതിക്രമിച്ചു. പിന്നെ അപ്പോൾ അതിൻ്റെ ജൂണിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ റിസൾട്ട് വരാൻ പോകുന്ന എപ്പോഴായിരിക്കും, പിന്നെ അത് കുറേ വൈകിട്ടാവും വരിക. അപ്പോൾ അതിനനുസരിച്ച് ആ വർഷം പിന്നെ നിയമനം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ധാരണ. ഇനി നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നെറ്റ് ക്ലിയർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ടിപ്സും ട്രിക്സും നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ നെറ്റ് ക്ലിയർ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഡിഗ്രി PG പഠിച്ചു എന്നതല്ലാതെ ഈ യൂണിറ്റ് വൈസ് പ്രത്യേകമായിട്ട് ഞാൻ പഠിച്ചിട്ട് തന്നെ ഇല്ലായിരുന്നു നെറ്റിന് വേണ്ടി. നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. യൂണിറ്റ് വൈസ് പേപ്പർ 1 യൂണിറ്റ് 1 മുതൽ 10 വരെ യൂണിറ്റ് 1 അങ്ങനെയല്ല ഞാൻ ചെയ്തത്. എൻ്റെ ഒരു 20 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് 20 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീപ്പായിട്ട് പഠിക്കുകയാണ് ചെയ്തത്. ഞാൻ മാത്രമല്ല, എൻ്റെ
ഒരുപാട് സുഹൃത്തുക്കൾ ആ സമയത്തുണ്ടായിരുന്നു. ഞങ്ങൾ 2018 ആ സമയത്താണ് കോളേജിൽ നിന്ന് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, നെറ്റ് ക്ലിയർ ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ചോദ്യം വായിക്കുക, അതിന് ഉത്തരം എഴുതുക, വായിക്കുക, ചോദ്യം വായിക്കുക, ഉത്തരം വായിക്കുക, അങ്ങനെയല്ല. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിയില്ല. നമ്മൾ ചെയ്യേണ്ടത് ഒരു ചോദ്യ പേപ്പർ എടുക്കുക. ഇപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കയറി കഴിഞ്ഞാൽ 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മദാൻ, KVS മദാൻ്റെ പേപ്പർ 1ൻ്റെ പേപ്പർ ഉണ്ടായിരിക്കും, പേപ്പർ 2ൻ്റെ ഒരുപാട് സബ്ജക്റ്റുകൾ, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും. അപ്പോൾ ഒരു ചോദ്യം നമ്മൾ എക്സാമിന് എടുക്കാം. ഒരു ചോദ്യം നമ്മളെ മുമ്പിൽ വന്നു, ഇതൊരു ചോദ്യമാണ്, ഒരു ചോദ്യവും ABCD അങ്ങനെ 4 ഓപ്ഷനും നമ്മളെ മുമ്പിലുണ്ട്. ഫോർ എക്സാമ്പിൾ, താഴെ പറയുന്ന ചോദ്യങ്ങളിൽ കാൾ മാർക്സിൻ്റെ തിയറി ഏതാണ്? ഒരു ചോദ്യമാണ്. അതിൽ 4 തിയറികൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കാൾ മാർക്സിൻ്റെ തിയറിയും കൊടുത്തിട്ടുണ്ട്, മറ്റു കുറേ തിയറികളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ആദ്യം ആ ചോദ്യം അനലൈസ് ചെയ്യാം. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്? കാൾ മാർക്സിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ കാൾ മാർക്സ് ആരാണ്? കാൾ മാർക്സിൻ്റെ തിയറികൾ ഏതൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഏതായിരുന്നു? അദ്ദേഹം നടത്തിയ പഠനം ഏത് റിസർച്ചാണ്? അതായത് അദ്ദേഹം ബുക്ക് വ്യൂ ആണോ, അദ്ദേഹത്തിൻ്റെ ഫീൽഡ് വ്യൂ ആണോ? അങ്ങനെ കുറേ ബേസിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററി പഠിച്ചു വെക്കാം. അതിനുശേഷം 4 ഓപ്ഷൻസ് 4 തിയറികളായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ്, ദാസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസം ഒരു തിയറിയാണ്, അല്ലെങ്കിൽ എന്താണ് മറ്റ് കുറേ തിയറികളുണ്ട്. ഇപ്പോൾ നമുക്ക് പറയാം ഐഡിയൽ ടൈപ്പ്, കാൾ മാർക്സിൻ്റെ അല്ല. അതുപോലെ തന്നെ മറ്റ് സൂയിസൈഡ്, അങ്ങനെ 3-4 തിയറികൾ നമുക്ക് തന്നു. അപ്പോൾ ആ തിയറിയിൽ കാൾ മാർക്സിൻ്റെ തിയറി അല്ലാത്ത തിയറികൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ സൂയിസൈഡ് ഒരു തിയറിയാണ്, ഐഡിയൽ ടൈപ്പ് ഒരു തിയറിയാണ്, അതുപോലെ തന്നെ എന്താണ് വേറെ ഏതെങ്കിലും തിയറി നമുക്ക് എടുക്കാം. അങ്ങനെ തിയറി, ഇപ്പോൾ ഈ 4 തിയറികളും വിശദമായിട്ട് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, ആദ്യം നമുക്ക് ക്യാപിറ്റലിസം എന്ന തിയറി നമ്മളെ മുമ്പിലുണ്ട്. അപ്പോൾ കാൾ മാർക്സിനെ കുറിച്ച് പഠിക്കുക, കാൾ മാർക്സിൻ്റെ എല്ലാ തിയറികളും പഠിക്കാം. ക്യാപിറ്റലിസവും പിന്നെന്താണ് ക്ലാസ് കോൺഫ്ലിക്റ്റ്, അങ്ങനെ എല്ലാ തിയറികളും കാൾ മാർക്സിൻ്റെ പഠിച്ചു വെക്കാം. പിന്നെ അടുത്തത് എന്താണ്, സൂയിസൈഡാണ്. സൂയിസൈഡ് ആരെ തിയറിയാണ് നോക്കാം. എമിലി ദർക്കെയിമിൻ്റെ തിയറിയാണെന്ന് തോന്നുന്നു സൂയിസൈഡ്. അപ്പോൾ സൂയിസൈഡ് എമിലി ദർക്കെയിമിൻ്റെ തിയറിയാണ്. അപ്പോൾ ഈ എമിലി ദർക്കെയിം ആരാണ്? അതിൻ്റെ ലൈഫ് ഹിസ്റ്ററി ഒന്ന് നോക്കുക, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തിയറികൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അതേപോലെ തന്നെ അടുത്ത തിയറി എടുക്കാം, ആ തിയറി ആരതാണ് നോക്കുക, ആ തിയറി എന്താണെന്ന് നോക്കുക. അങ്ങനെ ഇൻഡെപ്തായിട്ട് ഓരോ ചോദ്യങ്ങളും അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സമയമെടുത്തിട്ട് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് പഠിക്കണം. നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഒരു സൈഡ് മാത്രമേ പ്രിൻ്റ് എടുക്കുള്ളൂ, അപ്പുറത്തെ സൈഡ് ബ്ലാങ്ക് ആയിട്ട് വിടും. എന്നിട്ട് ഇതിൻ്റെ നോട്ട്, ഒരു ചോദ്യം എടുത്ത് ആ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആ ചോദ്യ പേപ്പറിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെക്കും. അങ്ങനെ അതൊരു മെറ്റീരിയലാക്കിയിട്ട് നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യും. ഈ ചോദ്യ പേപ്പർ ഒരു മെറ്റീരിയലാക്കി ക്രിയേറ്റ് ചെയ്യും. നമ്മൾ തന്നെ റിസർച്ച് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാക്കി കൺവേർട്ട് ചെയ്ത് അത് പഠിച്ചിട്ടാണ് നെറ്റ് ക്ലിയർ ചെയ്യുന്നത്. ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ്. JRF ക്ലിയർ ചെയ്യുന്ന ആളുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇതിലൂടെ നമുക്ക് എന്താണ് UGC നെറ്റിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല വ്യത്യസ്ത ഓപ്ഷനിൽ പഠിക്കുന്നതോടെ ശരിയായ ഉത്തരത്തിന് പുറമെ തെറ്റായ ഉത്തരം കൂടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും ഉത്തരം ചെയ്യാൻ പറ്റും. ഒരു ചോദ്യം നമ്മൾ പഠിച്ചു, അതിന് ഉത്തരവും അതിൻ്റെ ശരിയുത്തരം തെറ്റുത്തരം എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ A to Z കവർ ചെയ്തു എന്നാണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺഫിഡൻസ് ആയി. അതേപോലെ നിങ്ങളൊരു ചോദ്യ പേപ്പർ കവർ ചെയ്താൽ തന്നെ അത്രയും കണ്ടൻറ്റ് നിങ്ങളുടെ ഉള്ളിൽ കിട്ടും. നിങ്ങളൊരു 20 വർഷം വേണമെന്നില്ല, ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് JRF തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എലിമിനേഷൻ സ്ട്രാറ്റജി മനസ്സിലാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഒരു 10 ചോദ്യം, ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ഏത് എലിമിനേറ്റ് ചെയ്യണം, ഏത് ഒഴിവാക്കണമെന്ന് നമുക്ക് ഇപ്പോൾ പറഞ്ഞു തരാൻ കഴിയില്ല. ആ ചോദ്യം ബേസ്ഡ് ആയിരിക്കും. ഓരോ ചോദ്യത്തെക്കുറിച്ചും ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ, ഓരോ ടോപ്പിക്കിനെ കുറിച്ചും നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അതിൽ ശരിയല്ലാത്ത ഉത്തരങ്ങളെ ഒഴിവാക്കാൻ പറ്റും. ശരിയല്ലാത്ത ഉത്തരങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും.
അപ്പോൾ ഇത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തന്നെയാണ്. മറ്റ് ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, പേപ്പർ 1ഉം പേപ്പർ 2ൻ്റെയും 10 യൂണിറ്റുകൾ ഉണ്ടല്ലോ. ഈ 10 യൂണിറ്റുകളുടെ കുറിച്ചും ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ടത്. തുടക്കം മുതലേ നിങ്ങൾക്ക് നോക്കി തുടങ്ങാം. പക്ഷേ അതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, പീപ്പിൾ ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം ഒരു ധാരണ ഉണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നെറ്റ് ക്ലിയർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു സെഷൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്താം. ദ എഡ്യൂക്കേറ്റർ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. നമ്മൾ ഒരു UGC നെറ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുക. മോർണിംഗ് ആണ് ക്ലാസ് ഉണ്ടായിരിക്കുക. ഏറ്റവും നന്നായി പഠിക്കാൻ കഴിയുന്ന ഒരു സമയം മോർണിംഗ് ആണ്. 5:30 മുതൽ 6:30 വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുക. അതിൽ 6 ദിവസം, ആഴ്ചയിൽ 6 ദിവസം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ടായിരിക്കും. റെക്കോർഡഡ് ക്ലാസ് ലൈവ് ക്ലാസ്സിന് പുറമേ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. പേപ്പർ 1 നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മാത്സ് പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ വന്നിട്ട് നിങ്ങളെ പ്രോബ്ലം കറക്റ്റ് ചെയ്ത് ലൈവായിട്ട് തന്നെ പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരും. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിർബന്ധമാണ്. ഒരു ദിവസം നമ്മൾ ഒരു ചോദ്യമോ അല്ലെങ്കിൽ 2 ചോദ്യമോ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിസ്കസ് ചെയ്യുള്ളൂ. അതൊരു മണിക്കൂറോളം സമയമെടുത്തിട്ട് അതിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ തെറ്റായ ഉത്തരങ്ങളും ശരിയായ ഉത്തരങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും ഉണ്ടായിരിക്കും. അതോടൊപ്പം പിന്നെ തിയറി പാർട്സിൻ്റെ ഓരോ യൂണിറ്റിനും ഓരോ ലൈവ് സെഷനും 5 മുതൽ 8 വരെ റെക്കോർഡ് സെഷനും ഉണ്ടായിരിക്കും. ഈ റെക്കോർഡ് സെഷൻ തന്നെ ആയിരിക്കും ലൈവായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക. പക്ഷെ അത് റെക്കോർഡ് സെഷൻ കഴിഞ്ഞതിന് ശേഷം ലൈവ് സെഷൻ നിങ്ങൾക്ക് അത് ഒന്നുകൂടെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയും നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് തന്നെ ക്ലിയർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രീവിയസ് ഇയർ കഴിഞ്ഞ ഒരു 20 വർഷത്തെ ചോദ്യപേപ്പർ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും. ആ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഈ ചോദ്യങ്ങളെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മാത്രം എടുക്കുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് അടുത്ത ഡിസംബർ വരെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ലൈവ് ക്ലാസ്സിൻ്റെ ആക്സസ് ഉണ്ടായിരിക്കുക. റെക്കോർഡ് ക്ലാസ് നിങ്ങൾ ജോയിൻ ചെയ്ത് 2 വർഷം വരെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഈ ക്ലാസ്സുകൾ ആക്സസ് ഉണ്ടായിരിക്കും, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ. നമ്മുടെ ഫീ വരുന്നത് 9,999 രൂപയാണ്. പക്ഷേ ഇപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന 25 വിദ്യാർത്ഥികൾക്ക് ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫുൾ പേയ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ 5,999 രൂപയാണ്. അതായത് 40% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ 25 സ്റ്റുഡൻസിന് 6,999 രൂപയാണ് ഫീ വരുന്നത്. 3,999 ആദ്യം അടക്കുക, പിന്നെ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ 3,000 രൂപ കൂടെ അടക്കാവുന്നതാണ്. നമ്മുടെ ആക്ച്വൽ ഫീ എന്ന് പറയുന്നത് 9,999 ആണ്. അത് ഫുൾ പേയ്മെൻ്റ് ആയിട്ട് അടക്കുകയാണെങ്കിൽ 8,999 ഫീ വരുന്നത്. ഇപ്പോൾ ഏർലി ബേർഡ് ഓഫറായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 7 ഡേ നിങ്ങൾക്ക് ട്രയൽ തരുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്ത സമയം മുതൽ നിങ്ങൾക്ക് 7 ദിവസം ക്ലാസ് തുടങ്ങി 7 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസൗകര്യമോ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. അതാണ് നമ്മുടെ റീഫണ്ട് പോളിസി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ചേഞ്ച് വരുത്താൻ പറ്റും. ഓൺലൈൻ ക്ലാസ്സുകളാണ് ഉണ്ടാവുക, മോർണിംഗ് സെഷനാണ് ഉണ്ടാവുക. ആഴ്ചയിൽ നമുക്ക് 3 അല്ലെങ്കിൽ 4 ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളായിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള ക്ലാസ്സുകൾ 6 ക്ലാസ്സുകൾ ടോട്ടൽ ഉണ്ടായിരിക്കും. ബാക്കിയുള്ള റെക്കോർഡ് ക്ലാസ് ആയിരിക്കും. ഇനി ആഴ്ചയിൽ 7 ദിവസവും ക്ലാസ് ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ നിലവിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നിലവിൽ 6 ക്ലാസ്സുകളാണ് പറയുന്നത്. ചിലപ്പോൾ ആഴ്ചയിൽ 7 ദിവസവും ക്ലാസ് ഉണ്ടായിരിക്കും. ഇത്രയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
PG ഫസ്റ്റ് ഇയർ എക്സാം എഴുതി കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റും. കാരണം സെക്കൻഡ് ഇയർ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. നിങ്ങൾ നെറ്റ് ക്ലിയർ ചെയ്ത് 2 വർഷത്തിൻ്റെ ഉള്ളിൽ PG കംപ്ലീറ്റ് ചെയ്താൽ മതി. നമുക്ക് 55% മാർക്കാണ് വേണ്ടി വരിക. അത് 55 ആർക്കും ക്വാളിഫൈ ചെയ്യാവുന്ന ഒരു മാർക്കാണ് 55% എന്ന് പറയുന്നത്. ഇനി OBC SC ST വിഭാഗത്തിന് 50% അല്ലെങ്കിൽ 55%. അത് ജനറലി നമ്മൾ ഭൂരിഭാഗം ആളുകൾക്ക് ഒരു 60-65 മിനിമം കിട്ടാറുണ്ട്. അത് കുറഞ്ഞൊന്നും മാർക്ക്, പിന്നെ അസൈൻമെൻ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് മാർക്ക് അത്യാവശ്യം ഉണ്ടാവാറുണ്ട്. പിന്നെ ആർക്ക് എന്തെങ്കിലും ചോദിച്ചോളൂ. PSC PSCൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അടുത്തുണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എൻ്റെ ഒരു ധാരണ വെച്ച് അടുത്ത ജനുവരിയിലൊക്കെ ഉണ്ടാവാനാണ് സാധ്യത. പിന്നെ അത് മാത്രമല്ല, ഈ PSC മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ ജോലി ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതുപോലെ ഇഗ്നോ, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡിസ്റ്റൻസ് ആയിട്ട് ഉള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അതിൽ 2000 രൂപയാണ് അരമണിക്കൂർ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് 2000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുക. അതായത് സ്റ്റുഡിയോ പോയിട്ട് ക്ലാസ് എടുക്കണം. അത് ഓൺലൈൻ ക്ലാസ്സാണ്. ഓഫ്ലൈൻ ക്ലാസ് ഞാൻ സ്ഥിരമായിട്ട് ഓഫ്ലൈൻ ക്ലാസ് എടുക്കാറുണ്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1000 രൂപ ഡിഗ്രി, 1 മണിക്കൂറിനാണ് കേട്ടോ, 1 മണിക്കൂറിന് നിങ്ങൾക്ക് 1000 രൂപ ഡിഗ്രി ക്ലാസ്സുകൾ എടുക്കാം. അതുപോലെ തന്നെ 1250 രൂപ PG ക്ലാസ്സുകളും നിങ്ങൾക്ക് ആ എമൗണ്ടിൽ എടുക്കാൻ പറ്റും. 1 മണിക്കൂറല്ല നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക, ഒരു ദിവസം നിങ്ങൾക്ക് പരമാവധി പോയാൽ 5 അവർ ക്ലാസ് ഉണ്ടായിരിക്കും. 5 അവർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് 6000 രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അതിന് പ്രത്യേക എന്തില്ല, ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റീൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. അതെ അതെ, ഏകദേശം ഒരു 15% ആളുകൾക്കായിരിക്കും നെറ്റ് ഉണ്ടാവുക. അതിൽ കുറഞ്ഞ ഏകദേശം 1-2% ആളുകൾക്കൊക്കെയാണ് JRF ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ആളുകളുടെ എണ്ണം അനുസരിച്ചാണ് എന്ത് ചെയ്യുക, ഈ കട്ട് ഓഫ് ഫിക്സ് ചെയ്യുക. ചിലപ്പോൾ 22,000 25,000 ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കട്ട് ഓഫ് വരും. 50,000 ആളുകളുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കട്ട് ഓഫ്, അങ്ങനെയാണ് വരിക. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സോഷ്യോളജി പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ ക്രൂഷ്യലാണ്. നിങ്ങൾ ഡിസംബറിൽ നെറ്റ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മുമ്പിൽ ധാരാളം അവസരം ഉണ്ടായിരിക്കും. ഈ PSC എക്സ്ട്രാ വരുന്നതാണ്. ഇനി നിങ്ങൾ ഡിസംബറിലല്ല, അടുത്ത ജനുവരിയിൽ ജൂണിലാണ് എഴുതുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് അവസരങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. മാത്രമല്ല വളരെ റെയറായിട്ടാണ് ആളുകൾ ഇത്തരം മേഖലയിലേക്ക് തിരിയുന്നത്. പല ആളുകളും മറ്റ് B.Ed ചെയ്യുകയും സെറ്റ് എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഈ ഗവൺമെൻറ് കോളേജുകളിലേക്ക് അവസരം പല ആളുകളും ആ മേഖലയിലേക്ക് തിരിയാറില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ കോളേജ് ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സാലറി, ഡെയിലി 2000 രൂപയുടെ ഒക്കെ സാലറി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് ചേഞ്ച് വരും. ഉണ്ടായിരിക്കും. എല്ലാ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്യപ്പെടുകയും നിങ്ങൾക്ക് 2 വർഷം വരെ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ ആക്സസ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് PDF ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ആ നോട്ട്സിൻ്റെയും പൂർണ്ണമായിട്ടുള്ള ആക്സസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള PDF ആണ് പ്രൊവൈഡ് ചെയ്യുക. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവും, അവിടെയൊക്കെ ആപ്പ് ത്രൂ ആയിരിക്കും നോട്ട് പ്രൊവൈഡ് ചെയ്യുക. ആപ്പ് ത്രൂ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ കഴിയില്ല, നിങ്ങൾക്കത് നോക്കി വായിക്കാനേ പറ്റുള്ളൂ. നമ്മൾ PDF ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുക്കാനും സാധിക്കും. അത് നിങ്ങൾ എത്തിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് നിങ്ങളെ എത്തിക്സാണ്. നമ്മളെന്ത് ചെയ്യും, നമ്മൾ പറയും നിങ്ങൾ ഷെയർ ചെയ്യരുത് എന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഷെയർ ചെയ്യരുത്. ഓക്കെ,
ആപ്പ് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും, വെബ്സൈറ്റ് ത്രൂ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. പക്ഷേ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ ഇതിനൊപ്പം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ 2 വർഷത്തേക്ക് ഇതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ ആക്സസും നൽകുന്നുണ്ട്. ഉണ്ട്. പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടിയാണ് ഈ എമൗണ്ട് നമ്മൾ പറഞ്ഞത്. അതിൽ പേപ്പർ 1ൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മാത്സിൻ്റെ ഭാഗങ്ങൾ ആദ്യം നമ്മൾ കവർ ചെയ്യുക ഈ മാത്സ് ഭാഗങ്ങളായിരിക്കും. ഈ മാത്സ് ലൈവ് ക്ലാസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ പേഴ്സൻറ്റേജ്, അതുപോലെ ആവറേജ്, റിലേഷൻഷിപ്പ്, ബ്ലഡ് റിലേഷന്, നമ്പർ സീരീസ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, അതിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും. നിങ്ങളെ കൊണ്ട് ക്ലാസ്സിൽ തന്നെ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ വർക്ക് ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓരോ ദിവസവും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളായിട്ട് ഈ ചോദ്യങ്ങൾ കഴിഞ്ഞ ഒരു 20 വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരികയും ആ ചോദ്യങ്ങളുടെ ആൻസർ കീ കൂടെ അതോടൊപ്പം നൽകുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ക്ലാസ് ഓഗസ്റ്റ് 2nd വീക്കോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 14-ാം തീയതിയോ 15-ാം തീയതിയോ 16-ാം തീയതി ഏകദേശം ആ ഓഗസ്റ്റ് 15-ൻ്റെ ആ കോളേജിൽ ഇപ്പോൾ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന ആ സമയം, ആ പ്രോഗ്രാമിൻ്റെ തിരക്ക് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 2nd വീക്ക്, ഓഗസ്റ്റ് 2nd വീക്ക്. പിന്നെ ആർക്കെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? കേട്ടില്ല. ഉണ്ടായിരിക്കും ഡെമോ ക്ലാസ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡെമോ ക്ലാസ് വെക്കാം. ഓക്കെ. ഇനി മാത്രമല്ല നിങ്ങൾക്ക് 7 ദിവസത്തെ എന്ത് ചെയ്യുന്നു റീഫണ്ട് പോളിസി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ജോയിൻ ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾക്ക് 7 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് തിരിച്ച് നൽകുന്നതായിരിക്കും. നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഡെമോ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ഡെമോ ക്ലാസ്സുകളായിട്ട് ഇപ്പോൾ കാണണമെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ മുമ്പത്തെ ബാച്ചിൻ്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. കഴിഞ്ഞ വർഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിട്ടുണ്ട്, നെറ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നോട്ട്, അതിൻ്റെ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡ് സെഷൻ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. ഇല്ല റിസൾട്ട് വന്നിട്ടില്ല. അടുത്ത് വരുന്നുണ്ടാവും. ഇത് 2nd ബാച്ചാണ്. പിന്നെ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് കോഴ്സുമായി ബന്ധപ്പെട്ടും എന്തും ചോദിക്കാം. പിന്നെ ഇത് അത്ര വലിയ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങളെ മനസ്സിൽ വെക്കേണ്ട ഒരു പോയിന്റ് മൈനസ് മാർക്ക് ഇല്ല എന്നുള്ളതാണ്. പല ആളുകളും നിങ്ങളെന്ത് ചെയ്യും, മൈനസ് മാർക്ക് ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എക്സാം എഴുതാൻ തയ്യാറാവില്ല. നിങ്ങൾക്കൊന്നും അറിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ലക്ക് കാരണം ചിലപ്പോൾ കിട്ടിയേക്കാം എന്ന് നമുക്ക് പറയാം. ഓക്കെ. പക്ഷേ ലക്കിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ നിങ്ങളൊന്നും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് പറയാം, ഇത് മൈനസ് മാർക്കില്ല, ഒന്നും അറിയില്ലെങ്കിലും എന്തെങ്കിലും എഴുതി പോരാന്ന് പറഞ്ഞിട്ട് മനസ്സിനെ കാമായിട്ട് നിലനിർത്തിയിട്ട് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതൊരു പോസിറ്റീവാണ്. മൈനസ് മാർക്ക് ഇല്ല എന്നുള്ളൊരു പോസിറ്റീവാണ്. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, വളരെ എളുപ്പമാണെന്ന് മനസ്സിലാക്കരുത്. UGC നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ വരാം. പിന്നെ ഔട്ട് ഓഫ് സിലബസും വരാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്രാവശ്യം കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് ചോദ്യങ്ങൾ പുറത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതൊരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും സോഷ്യോളജി സിലബസ് പൂർണ്ണമായിട്ടും സോഷ്യോളജി കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തുനിന്നുള്ള ചോദ്യം എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ എമർജ് ചെയ്യുന്ന പുതിയ ടോപ്പിക്കുകളൊക്കെ എന്തെങ്കിലും സോഷ്യൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇതൊക്കെ ശരിക്കും സോഷ്യോളജിയിലുള്ള സാധനം തന്നെയാണ്. പക്ഷെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്.
പക്ഷെ അത് നമുക്ക് ഇൻ്റലിജൻറ്റ് ഗസ് നടത്തി കഴിഞ്ഞാൽ ആൻസർ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയായിരുന്നു അതൊക്കെ. ഇത് നമ്മൾ ഗസ് നടത്തുന്ന സമയത്ത് ടോപ്പിക്കിനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഗസ് ചെയ്യാൻ പറ്റും. ചില ചോദ്യങ്ങൾ ഓപ്ഷനിൽ തെറ്റുത്തരത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ തന്നെ ശരി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഒരു ചോദ്യം, ആ ചോദ്യത്തിന് 4 ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷനിൽ 3 ഓപ്ഷനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ആ ഓപ്ഷൻ ശരിയാണോ നോക്കിയാൽ തന്നെ നമുക്ക് അടുത്ത ഓപ്ഷനിൽ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. നമ്മൾ പരമാവധി നമ്മളെ ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് നന്നായിട്ട് പ്രാധാന്യം നൽകുന്നുണ്ട്. 20 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഈ 20 വർഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ ദിവസവും നിങ്ങൾക്ക് ഡെയിലി ടാസ്കുകളായിട്ട് തരും. അതിൻ്റെ ആൻസർ കീയും നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്കും തരും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് നോട്ടിൽ നിങ്ങളെ പെർഫോമൻസ് അടയാളപ്പെടുത്താനും അതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് തരും. മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ലൈവായിട്ട് നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ ലൈവായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പാറ്റേൺ കൂടെ മനസ്സിലാക്കി തരുമ്പോൾ ആ പാറ്റേൺ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ധാരണ, ഇപ്പോൾ നമ്മൾ റെക്കോർഡ് സെഷനും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ലൈവ് സെഷൻ്റെ പുറമെ എല്ലാം വാസ്റ്റായ ടോപ്പിക്കുകളാണ്. നമുക്ക് ഒരു ലൈവ് സെഷനിൽ ഒതുങ്ങുന്നതല്ല ശരിക്കും നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ലൈവ് ക്ലാസ് വെച്ചാൽ തന്നെ തീരാവുന്നതിലധികം എന്തുണ്ട് ശരിക്കും ക്ലാസ്സുകളുണ്ട്. അതുകൊണ്ടാണ് എക്സ്ട്രാ റെക്കോർഡഡ് ക്ലാസ് കൂടെ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ യൂണിറ്റിനും തിയറി യൂണിറ്റിനും നമ്മൾ 5 മുതൽ 8 വരെ ക്ലാസ്സുകൾ റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് നൽകും. ഓരോ യൂണിറ്റിൻ്റെയും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സെഷൻ ലൈവായിട്ടും നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് 2 പ്രാവശ്യം ക്ലാസ് നൽകുന്നുണ്ടാവും, ലൈവും റെക്കോർഡും. ഈ ലൈവും റെക്കോർഡും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബൈ ചാൻസിൽ നിങ്ങൾ എന്തെങ്കിലും യാത്രയിലാണെങ്കിലോ എന്തെങ്കിലും അസുഖമാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ റെക്കോർഡ് നിങ്ങളെ കയ്യിലുണ്ടായിരിക്കും. ആ റെക്കോർഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ സാധിക്കും. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UGC നെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ PG കംപ്ലീറ്റ് എഴുതൂ എന്നതുകൊണ്ട് നമുക്ക് അവസരങ്ങൾ കിട്ടണമെന്നില്ല. UGC നെറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളെ കരിയറിലേക്ക് ഒരു കവാടാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ, നെറ്റ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം നിങ്ങൾക്ക് ഒരു അവസരമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന ആൾക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും ഇഗ്നോയിലൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഫാമിലി എന്തെങ്കിലും വീട്ടിൽ നിന്നിരിക്കുന്ന ആളാണ്, ജോലിക്ക് പോകണില്ല എങ്കിൽ തന്നെ സാറ്റർഡേ സൺഡേ മാത്രം തന്നെ എന്ത് ചെയ്യാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ പറ്റും. അതോ ക്ലാസ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവരെ പേപ്പർ വാല്യൂ ചെയ്യാൻ പറ്റും, അസൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. ആ ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, അത് നമുക്കൊരു വരുമാന മാർഗം കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ അതൊരു വരുമാനം എന്ന രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു 1000ഓളം അസൈൻമെൻറ്റുകൾ എനിക്ക് അസൈൻ ചെയ്തു. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1000ഓളം അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു അസൈൻമെൻറ്റ് 15 രൂപയാണ് ഒരു അസൈൻമെൻറ്റിന് കിട്ടുക. അപ്പോൾ 1500 അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇരുന്ന് നോക്കാനൊരു സമയം ഉണ്ടാവും, എന്നാലും തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15000 രൂപ ആ അസൈൻമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് പേപ്പർ വാല്യുവേഷൻ്റെ സമയത്ത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ട് വാല്യുവേഷൻ ഉണ്ടാവും, അതിന് എമൗണ്ട് ഉണ്ടായിരിക്കും. അതൊക്കെ എക്സ്ട്രാ മണിയാണ്. ഓക്കെ, നിങ്ങൾ ജോലി ചെയ്യുന്നതിന് പുറമെ സാറ്റർഡേ സൺഡേകളിലാണ് ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ അല്ലെങ്കിൽ ശനി വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാം. ആ ജോലിക്ക് പുറമെ നിങ്ങൾക്ക് ഇത്തരം അവസരങ്ങൾ കൂടി ഉണ്ടാവും. പക്ഷേ നെറ്റ് നിങ്ങൾ ക്വാളിഫൈഡ് ആവണം. ഇപ്പോൾ ഇപ്പോൾ ഇഷ്ടം പോലെ സ്റ്റുഡൻറ്റ്, ഇപ്പോൾ മലപ്പുറത്താണ് ഞാൻ ക്ലാസ് എടുക്കാറുള്ളത്, മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ എണ്ണം കണ്ടാൽ നിങ്ങൾ നെട്ടും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ സെക്കൻഡ് ഇയർ ബാച്ചിൽ ഏകദേശം 900ഓളം കുട്ടികളുണ്ട്. അത്രയും കുട്ടികൾ ഒരു ബാച്ചിലുണ്ട്. അങ്ങനെ ഓരോ ബാച്ചിലും കുട്ടികളുണ്ടാവും. അപ്പോൾ നമുക്ക് അത്രയും ക്ലാസ്സുകൾ എടുക്കാനുള്ള അവസരം അവിടെ ഉണ്ട്. അതിന് നിങ്ങൾ ബേസിക്കായിട്ട് നിങ്ങളൊരു നെറ്റ് എടുത്തിടുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ഓരോ വർഷവും കഴിയും തോറും പുതിയ ആളുകൾ ഇങ്ങനെ ഈ ഫീൽഡിലേക്ക് വരാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള കോമ്പറ്റീഷനുള്ള ഇനിയിപ്പോൾ FIUGP ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ FIUGP ഒരുപാട് ഇൻറ്റേൺഷിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻറ്റേൺഷിപ്പും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ ഇനി ഈ ഫീൽഡിലേക്ക് വരാൻ പോവുകയാണ്. ആ സമയത്ത് അവരെ കോമ്പറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നെറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്.
ഇതാണ് നിങ്ങളുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ചാൻസാണ് ഡിസംബർ ജനുവരി ഒക്കെ. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കാം. എൻ്റെ ഡീറ്റെയിൽസും ഫീസിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ നടന്നിട്ടുള്ള ഈ സെഷൻ്റെ റെക്കോർഡ് ഞാൻ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം.